പ്രിയ സുഹൃത്തുക്കളെ, ഈ പത്തനാപുരത്ത് ഗണേഷ് കുമാർ പൊട്ടിപ്പാളീസായിരിക്കുകയാണ് ഈ 2026 നിയമസഭ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ എല്ലാവരും പറയും പത്തനാപുരത്ത് ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും തമ്മിലുള്ള മത്സരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പത്തനാപുരത്ത് നടന്ന മത്സരം ഗണേഷ് കുമാറും ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂത്ത മകൾ മറിയ ഉമ്മനും ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. മറിയ ഉമ്മനും ഗണേഷ് കുമാറും ആയിരുന്നു ശരിക്കും പത്തനാപുരത്ത് മത്സരിച്ചത്. ജ്യോതികുമാർ ചാമക്കാല ഒരു നിമിത്തം മാത്രമായിരുന്നു. മറിയ ഉമ്മൻ്റെ അവിടുത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഗണേഷ് കുമാറോടെ വലിയ രീതിയിൽ പരാജയപ്പെടാൻ സാഹചര്യമുണ്ടായത്. തന്നെ ആര് വിചാരിച്ചാലും പരാജയപ്പെടുത്തുകയല്ലെന്ന് വെല്ലുവിളി മുഴക്കിയ പത്തനാപുരത്ത് തന്നെ ആര് വിചാരിച്ചാലും പരാജയപ്പെടുത്താൻ സാധിക്കുകയല്ലെന്ന് വളരെ വെല്ലുവിളിച്ച് നടന്നു കഴിഞ്ഞ ഗണേഷ് കുമാർ ജ്യോതികുമാർ ചാമക്കാലയുടെ മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നിമിത്തമായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ മറിയ ഉമ്മൻ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാല കാലാകാലങ്ങളിലായിട്ട് അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പരാജയപ്പെട്ട് ശേഷം പോലും അവിടെ സജീവമായിട്ട് നിന്നുകൊണ്ട് മണ്ഡലത്തിൽ നിന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് തന്നെ സീറ്റ് നൽകിയത്. പക്ഷേ അവിടെ മറിയ ഉമ്മൻ മത്സരിച്ചിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരിക്കുമായിരുന്നു അവിടെ വിജയിക്കേണ്ടിരുന്നത്. മറിയ ഉമ്മൻ ആ താല്പര്യം എടുത്തില്ല. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി അവിടെ സജീവമായി രംഗത്തിറങ്ങി തൻ്റെ പിതാവിനെ സരിതയും സോളാറും ഒക്കെ വെച്ചുകൊണ്ട് തേജോവധം ചെയ്ത തൻ്റെ ഈ ഗണേഷ് കുമാറിനെതിരെ എങ്ങനെ തറപറ്റിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂത്ത മകൾ അവിടെ പറന്നിറങ്ങിയത് പത്തനാപുരം മണ്ഡലത്തിലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് 2 ദിവസം അവിടെ തമ്പടിച്ചുകൊണ്ട് നിന്ന പ്രവർത്തനങ്ങളിൽ അവിടെ നിന്ന് സജീവമായി നിന്ന് അവർ പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങൾ ഉണ്ടായ ഒരു ഉണർവെന്ന് പറഞ്ഞാൽ വലിയ ഉണർവാണ് ഇന്ന് പത്തനാപുരത്ത് സംഭവിച്ചത്. ജ്യോതികുമാർ ചാമക്കാല പോലും വിചാരിക്കുന്നതിലപ്പുറമായിരുന്നു അവിടെ കോൺഗ്രസ് അണികളുടെ ഇടയിലും നേതാക്കന്മാരുടെ ഇടയിലൊക്കെ ഒരു ആവേശം ജനിച്ചത്. മറിയ ഉമ്മൻ്റെ സജീവ സാന്നിധ്യം. മറിയ ഉമ്മൻ്റെ മനസ്സിലൊരു ദൃഢ പ്രതിജ്ഞയായിരുന്നു തൻ്റെ പിതാവിനെ തേജോവധം ചെയ്യാനായിട്ട് നേതൃത്വം കൊടുത്ത ഈ ഗണേഷ് കുമാറിനെ എങ്ങനെയും തറപറ്റിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും അവർ തയ്യാറായിരുന്നു. അവരവിടെ ആദ്യം പോയത് പത്തനാപുരത്തായിരുന്നു. അവരെ ക്ഷണിച്ചിട്ട് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജ്യോതികുമാർ ചാമക്കാല പോലും കോൺഗ്രസിൻ്റെ വക്താവായി മീഡിയയിലും ചാനലിലൊക്കെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാല പോലും ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തെ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ പത്തനാപുരത്ത് മറിയ ഉമ്മൻ നടത്തിയ പ്രവർത്തനം തന്നെയായിരിക്കും. ജ്യോതികുമാർ ചാമക്കാല ഇന്ന് നിയമസഭയിൽ MLA ആകാൻ ഇടയായതും ഈ മറിയ ഉമ്മൻ്റെ സജീവ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അതൊരിക്കലും ജ്യോതികുമാർ ചാമക്കാല മറക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്. കാരണം പത്തനാപുരത്തിൻ്റെ സ്ഥിതി അറിയാം. ഒരുപാട് നേതാക്കന്മാർ ഗണേഷ് കുമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടും വലതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടും ഒക്കെ നിന്നാൽ പോലും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മുമ്പ് അവിടെ സിനിമാ നടൻ ജഗദീഷ് പഴയ കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്നു. അദ്ദേഹം ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് തന്നെ പത്തനാപുരത്ത് മത്സരിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ അദ്ദേഹവും പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ജ്യോതികുമാർ ചാമക്കാല തന്നെയായിരുന്നു പത്തനാപുരത്ത് മത്സരിച്ചത്. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. പക്ഷെ ഇക്കുറി അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത് ഒരു പരിധിവരെ മറിയ ഉമ്മൻ്റെ സാന്നിധ്യവും UDF തരംഗവും കൊണ്ട് മാത്രമാണ്. കാരണം മറിയ ഉമ്മൻ അവിടെ സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളിലും അതിൻ്റെ ഉണർവുണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അവർ സ്വന്തം റിസ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് സ്വന്തം വണ്ടിയിലാണ് അവർ മറ്റുള്ള മണ്ഡലങ്ങളിൽ പത്തനാപുരത്ത് തുടക്കം കുറിച്ച് അവർ മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പം M രിജുവിൻ്റെ കായംകുളമാണെങ്കിലും പെരുമ്പാവൂരാണെങ്കിലും കോതമംഗലമാണെങ്കിലും ഘടകകക്ഷികളെന്നോ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോ ഒന്നും നോക്കാതെ എല്ലാ മണ്ഡലങ്ങളിലും അവർ സജീവ കളമശ്ശേരിയിലൊക്കെ അവർ പോയി പ്രവർത്തിച്ചാണ്. ഗഫൂറിന് വേണ്ടിയൊക്കെ അവർ പ്രചാരണത്തിന് ഇറങ്ങി. ഇവരാരും ക്ഷണിച്ചിട്ട് ചെന്നതല്ല. പക്ഷേ ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ മറിയ ഉമ്മൻ ആ മണ്ഡലത്തിലേക്ക് ചെല്ലുന്നു അറിഞ്ഞുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ ഒരു നോക്ക് കാണാനായിട്ട് ഓടിയെത്തുകയായിരുന്നു. വലിയൊരു തരംഗം ഉണ്ടാക്കാനായിട്ട് ഈ മറിയ ഉമ്മന് സാധിച്ചു. സ്ഥാനാർത്ഥികൾ പോലും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അവരെ പോലും കോരിത്തെരിപ്പിച്ചുകൊണ്ടായിരുന്നു മറിയ ഉമ്മൻ്റെ രംഗപ്രവേശം. ഇതൊന്നും കോൺഗ്രസ്സുകാരും UDF നേതാക്കന്മാരും മറക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പ്രത്യേകിച്ച് കോതമംഗലം പോലുള്ള മണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് LDF ജയിക്കുന്ന ഒരു സീറ്റാണ് കോതമംഗലം. അവിടെ ഷിബു തെക്കുംപുറത്തിന് വേണ്ടി മറിയ ഉമ്മൻ ഇറങ്ങിയത് വലിയൊരു ആവേശമായി മാറി. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ അബ്ദുൽ ഗഫൂറിന് വേണ്ടി ഈ പത്തനാപുരത്തെ പോലെ തന്നെയായിരുന്നു കളമശ്ശേരിയിൽ അബ്ദുൽ ഗഫൂറിന് വേണ്ടി മറിയ ഉമ്മൻ ഇറങ്ങിയത്. ഭയങ്കര ഒരു ആവേശം ജനിപ്പിക്കാൻ. കാരണം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്, അബ്ദുൽ ഗഫൂറിൻ്റെ പിതാവായ ഇബ്രാഹിം കുഞ്ഞ്. പാലാരിവട്ട വിവാദം ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തുകയും കോൺഗ്രസ് UDF സംവിധാനം മാറ്റി നിർത്തുകയും അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൽ ഗഫാറിന് അവിടെ ആദ്യം സീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അബ്ദുൽ ഗഫൂർ കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിലെ P രാജീവിനോട്
വലിയൊരു പരാജയം നേരിടുകയുണ്ടായത്. ആ സ്ഥാനത്ത് നിന്നും അബ്ദുൽ ഗഫൂറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് സാധിച്ചതും ഒരു പരിധി വരെ മറിയ ഉമ്മന്റെ സാന്നിധ്യം തന്നെയായിരുന്നു. അതുപോലെ ഷിബു തെക്കുപ്പുറത്തിന്റെ വിജയവും ഇതിലും മറിയ ഉമ്മൻ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ തന്നെ പെരുമ്പാവൂര് മനോജ് മുത്തേടൻ, അതുപോലെ തന്നെ മൂവാറ്റുപുഴ, അങ്ങനെ ഒരുപാട് സ്ഥലം, ഇടുക്കിയിൽ പോലും റോയി കെ പൗലോസിന്റെ വിജയത്തിനും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് മറിയ ഉമ്മൻ. അപ്പൊ മറിയ ഉമ്മനെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവോയ്ഡ് ചെയ്യരുത്. ചാണ്ടി ഉമ്മനെ പോലെ തന്നെ എനിക്കൊന്ന് ചാണ്ടി ഉമ്മനെക്കാട്ടിൽ കുറച്ചുകൂടെ അപ്പുറം മറിയ ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാനായി എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഏതെങ്കിലും ബോർഡുകളോ അതുപോലെ കോർപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ ചെയർപേഴ്സൺ സ്ഥാനങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുഖമായി നിന്നു കഴിഞ്ഞ ഈ പ്രചരണ രംഗത്ത് ഒരു പ്രചരണത്തിന്റെ രംഗത്ത് ഒരു മുഖമായി നിന്ന മറിയ ഉമ്മന് വ്യക്തമായ ഒരു സ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് യുവ നേതാക്കന്മാരൊക്കെ താരങ്ങളായിട്ടുണ്ട്, ഷാബി പറമ്പിലൊക്കെ താരങ്ങളായിട്ടുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും വലിയൊരു താരമായി മാറിയത് ഈ മറിയ ഉമ്മൻ തന്നെയായിരുന്നു. മറിയ ഉമ്മന്റെ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു UDF-നെ ഒരു പരിധി വരെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. എനിക്കറിയാം ലിജുവിന്റെ കാര്യം എനിക്കറിയാം. ലിജുവിന്റെ മണ്ഡലത്തിൽ 2 വട്ടം പോയി. ലിജു ഒരു പ്രസ്താവന വാർത്തകളിലൂടെ നടത്തുകയുണ്ടായി. കാരണം ഞാൻ ഇത്രയും തവണ മത്സരിച്ചു, ഞാൻ തോറ്റുപോയി, എനിക്ക് 3 തവണ അദ്ദേഹം മത്സരിച്ച് തോറ്റുപോയതാണ് കാര്യങ്ങൾ, ഇനിയെങ്കിലും എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞ് ചാനലിന് മുമ്പിൽ കരയുന്ന ഞാൻ കണ്ടിരുന്നു. ഇതറിഞ്ഞ് വീണ്ടും മറിയ ഉമ്മൻ അവിടെ ചെന്ന് പ്രചരണം നടത്തിയായിട്ടാണ് എനിക്കറിയാവുന്നത്. ഇപ്പൊ ലിജു ഇപ്പം എക്സൈസ് മന്ത്രിയായി ഒക്കെ ആയിരിക്കുകയാണ്. അപ്പൊ ലിജുവിനെ പോലുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നു, മറിയ ഉമ്മനെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറിയ ഉമ്മനെ റെക്കമെൻഡ് ചെയ്യണം. ഏതെങ്കിലുമൊക്കെ ബോർഡിന്റെ ചെയർമാൻ. ഇപ്പൊ ചാണ്ടി ഉമ്മന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.